പിണറായിയുടെ വീട്ടിലേക്ക് പി ജയരാജൻ എത്തുന്നുണ്ട്. പി ജയരാജനാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പിണറായിയിലെ CPM പ്രവർത്തകർ രോഷാകുലരാണ്. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നതനായ നേതാവിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഒരു ED റെയ്ഡ്, EDയുടെ പരിശോധന നടക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറായി EDയുടെ പരിശോധന തുടങ്ങിയിട്ട്. അവർ പിണറായിയുടെ പ്രധാനപ്പെട്ട വീട്ടിലും ഔട്ട് ഹൗസിലും ഈ റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമാണ്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹം പരസ്യമായി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും CPMനെ തകർക്കാനുള്ള പദ്ധതി സംഘപരിവാരം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. അതിന്റെ തുടർച്ചയായി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാംസ്കാരിക മാർക്സിസത്തെ ഉന്മൂലനം ചെയ്യണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPMനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മോദിയും മേനോൻ സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നല്ലോ. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പിണറായിയുടെ വീട്ടിൽ റെയ്ഡ്, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ്, അതുപോലെ റിയാസിന്റെ വീട്ടിൽ റെയ്ഡ്. ഇത് കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ആണ്, ഒരു ഗ്രാൻഡ് ഡിസൈൻ. അത് സമൂഹം തിരിച്ചറിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നുണ്ട്. ആ കേസിൽ വിധി പറയുന്നതിന് മുമ്പേ ആ പരിഗണനയിൽ വന്ന ജഡ്ജിയെ മാറ്റി ഇപ്പോൾ പുതിയ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ആ വിധി പറയുന്നതിന് മുമ്പേ കേരള ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് അനുമതി വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അന്വേഷണ നടപടികൾ. ഈ ED എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഒരു എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇരകളാണ് രാജ്യത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. സംഘപരിവാറിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരെ ഇതേപോലെ കള്ളക്കേസിൽ പ്രതിചേർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ഹീനമായ ശ്രമത്തിന്റെ കേരളത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ് ED ഓപ്പറേഷൻ. അത് സമൂഹം കൃത്യമായി തിരിച്ചറിയും. കാരണം മതനിരപേക്ഷതയുടെ കാര്യത്തിൽ സംരക്ഷിത തുരുത്തായിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ പലയിടത്തും കോൺഗ്രസിനെ വിഴുങ്ങിയല്ലോ. പക്ഷെ കേരളത്തിലെ വിഴുങ്ങാനാവാത്തത് ഇടതുപക്ഷം കൈക്കൊള്ളുന്ന ഉറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഇടതുപക്ഷത്തെ തകർത്തുകൊണ്ട് മാത്രമേ സംഘപരിവാറിന് കേരളത്തിൽ ആധിപത്യം ചെലുത്താൻ വേണ്ടി കഴിയൂ. അതിന് CPM വിരോധവും ഇടതുപക്ഷ വിരോധവും ഉദ്ദീപിപ്പിച്ച് ഒരു ഇടതുപക്ഷ വിരുദ്ധ ജ്വരമുണ്ടാക്കി അന്തരീക്ഷമുണ്ടാക്കി കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡ്. അതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും CPIM എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഒന്ന്, ഇതുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തെ, പിണറായി എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ അതിൻ്റെ ഭാഗമായി തകർക്കാം എന്നുള്ളത് സംഘപരിവാറിൻ്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് അധികാരത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ പുറത്താക്കാനുള്ളത് തന്നെ കൃത്യമായിട്ടൊരു ഡിസൈനിന്റെ ഭാഗമാണ്. ഇതാണ് ഗ്രാൻഡ് ഡിസൈൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തെ പുറത്താക്കുക, എന്നിട്ട് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക, കേരളത്തിലെ മതനിരപേക്ഷതയുടെ സംരക്ഷിത തുരുത്തിനെ തകർത്ത് സംഘപരിവാറിന് കേരളത്തിൽ ആധിപത്യം ഉണ്ടാക്കണമെങ്കിൽ തലയടിച്ചു പൊളിക്കണം. ആ തലയാണ് CPI. അതിനുള്ള ആസൂത്രിത ശ്രമമാണ് എന്ന് കേരളത്തിലെ ജനാധിപത്യ സമൂഹം, മതനിരപേക്ഷ സമൂഹം തിരിച്ചറിയണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രചരണ പരിപാടികളും CPIയും ഇടതുപക്ഷവും ആലോചിച്ച് നടപ്പാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇതിനെ
രാഷ്ട്രീയമായും നിയമപരമായിട്ടും നേരിടും. അല്ല, അത് CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർ പ്രതികരിക്കും. ഞാനിപ്പോൾ എൻ്റെ വീട് ഇതിനടുത്താണല്ലോ, അപ്പോൾ ആ നിലക്ക് സഖാവ് പിണറായിയുടെ ഈ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന അറിഞ്ഞിട്ട് വന്നതാണ്. ഒരു പ്രാഥമികമായിട്ടൊരു പ്രതികരണമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ബാക്കി പ്രതികരണങ്ങൾ ഓൾ ഇന്ത്യ നേതാക്കന്മാരുണ്ട്, സ്റ്റേറ്റ് നേതാക്കന്മാരുണ്ട്, അവർ നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.